തൃശൂർ കൊടകരയിൽ ദളിത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പ്രതികളും പോലീസും സ്വകാര്യ ആശുപത്രിയും ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചതായി പരാതി. ചെറുകുന്ന് സ്വദേശി അക്ഷയ് കൃഷ്ണനാണ് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയത്. സർക്കാർ ആശുപത്രിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന് പകരം അക്ഷയെ ആദ്യം പ്രവേശിപ്പിച്ച ശാന്തി ആശുപത്രിയിൽ നിന്നുള്ള തെറ്റായ രേഖയാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചതെന്നാണ് അക്ഷയുടെ പരാതി. ഏപ്രിൽ 16 രാത്രി 11 മണിക്കാണ് അക്ഷയ് കൃഷ്ണനെ വഴിയിൽ തടഞ്ഞു നിർത്തിയ ശേഷം പ്രദേശവാസിയായ സിദ്ധൻ ഭായിയും സംഘവും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വെട്ടുകത്തി കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ അക്ഷയ്യെ സിദ്ധനൊപ്പം എത്തിയവർ കൊടകരയിലെ ശാന്തി ആശുപത്രിയിലെത്തിച്ചു. പ്രതികൾക്ക് സ്വാധീനമുള്ള ആശുപത്രിയാണിതെന്നാണ് അക്ഷയ് ആരോപിക്കുന്നത്. ബൈക്ക് അപകടത്തിലാണ് പരിക്കേറ്റതെന്നാണ് പ്രതികൾ ആശുപത്രിയെ അറിയിച്ചത്. ശാന്തി ആശുപത്രി രേഖ പിന്നീട് തയ്യാറാക്കിയതും ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്നും അക്ഷയ് പറഞ്ഞു. ആക്സിഡന്റ് പറ്റിയതാന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി, ഇവരെന്തോ അട്ടിമറിക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചാലക്കുടി പോയിട്ട് അവിടെ ഡോക്ടറെ കണ്ട് എഴുതി മേടിച്ചത്. അപ്പോൾ അവിടുത്തെ ഡോക്ടറിൻ്റെ അടുത്ത് കറക്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവിടുത്തെ ഇൻറ്റിമേഷനിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട് സിദ്ധം വാൾ വെച്ച് വെട്ടിയതാന്ന് പറഞ്ഞിട്ട്. പിന്നെ പുറത്തുള്ളവർ രാഷ്ട്രീയക്കാരും അത്യാവശ്യം പിടിപാടുള്ളവരായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരെ കൂടെ നിന്നത് അവർ പറഞ്ഞ പോലെ എഴുതിയത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അക്ഷയ് അന്ന് തന്നെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വധശ്രമം ഉണ്ടായെന്ന് അക്ഷയ് വെളിപ്പെടുത്തിയതോടെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. തൊട്ടടുത്ത ദിവസം കൊടകര പോലീസ് സിദ്ധനെ അറസ്റ്റ് ചെയ്തു. ഇതോടെ പ്രതിയുടെ ബന്ധുക്കൾ അക്ഷയെ ഭീഷണിപ്പെടുത്തി പരാതിയില്ലെന്ന് ഒപ്പിട്ട് വാങ്ങി. ഈ രേഖ ഉപയോഗിച്ച് പ്രതി ജാമ്യം നേടി. നിർബന്ധിച്ചാണ് പരാതിയില്ലെന്ന് എഴുതിയ പേപ്പറിൽ ഒപ്പിടിച്ചതെന്നും തനിക്ക് പരാതിയുണ്ടെന്നും അക്ഷയ് കൊടകര പോലീസിനെ പിന്നീട് അറിയിച്ചു. ഇതോടെ ബന്ധുവീട്ടിലേക്ക് മാറിയ അക്ഷയ്യെ സിദ്ധന്റെ ആളുകൾ അവിടെയും എത്തി ഭീഷണിപ്പെടുത്തി. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് അഫിഡവിറ്റ് ഒപ്പിടുക പറഞ്ഞു. ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് കുറെ പറഞ്ഞു. പിന്നെ ഇവരെ ആൾക്കാർ 4 സൈഡിൽ നിന്നിട്ട് ഒപ്പിട് എന്ന് പറഞ്ഞിട്ട് ഒപ്പിട് എന്ന് പറഞ്ഞു. ഒപ്പിട് അല്ലെങ്കിൽ അവൻ ജയിലിൽ പോകും, ഒപ്പിട് എന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് തൊഴിലാണ്ടായപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. ഇതിനിടെ സിദ്ധൻ ഭായ് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യവും നേടി. സംശയം തോന്നി വിവരാവകാശ അപേക്ഷ നൽകിയപ്പോഴാണ് പോലീസ് പ്രതികളുമായി ചേർന്ന് ഒത്തുകളിക്കുന്നതായി മനസ്സിലായതെന്ന് അക്ഷയ് പറഞ്ഞു. സിദ്ധൻ ഭായ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ശാന്തി ആശുപത്രിയിൽ നിന്നുള്ള മുറിവുകളെക്കുറിച്ചുള്ള രേഖയാണെന്ന് കണ്ടെത്തി. അക്ഷയന്റെ കേസിലുണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റിമേഷൻ ഏറ്റ ഒരു പയ്യനെ ഈ പറഞ്ഞ ഒരു ആക്സിഡന്റ് ആക്കാന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ്. അതൊരു ഇവരുടെ മാനേജ്മെന്റിൽ തന്നെ കുറെ പ്രശ്നങ്ങൾ, അതായത് ഇവർ ചെയ്യാണ്ട് ഒരിക്കലും ഒരു ഡോക്ടർ എഴുതില്ല. കാരണം ഡോക്ടർ ഒരു വെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ആക്സിഡന്റ് ആണെന്ന് ഒരിക്കലും പറയില്ല. സിദ്ധന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്റെ ഭാഗം കേൾക്കാൻ ഹൈക്കോടതി അയച്ച 2 നോട്ടീസ് ലഭിച്ചില്ലെന്നും അക്ഷയ് പറയുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും SC/ST കമ്മീഷനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും യുവാവ് പരാതി നൽകിയിരിക്കുകയാണ്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.